TP കൊലക്കേസ് പ്രതി TK രജീഷിന് വീണ്ടും പരോൾ 20 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. TP കേസിലെ പ്രതികൾക്ക് പരോളിന് ജയിൽ DIG പണം വാങ്ങിയെന്ന പരാതി പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമാണ് ചേരുന്നത്. അസ്ലം, ഇപ്പോൾ രജീഷിന് പരോൾ ലഭിച്ചതിന്റെ വാർത്ത കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഈ നേരത്തെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ വരികളിലൂടെയാണ്. അതായത് പരോളിന് വേണ്ടി പണം വാങ്ങുന്ന DIG ഉള്ള കേരളമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ രജീഷിന്റെ പരോളിൽ അത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? TP കേസിലെ പ്രതിയായ TK രജീഷിന് 20 ദിവസത്തെ പരോളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഓഗസ്റ്റ് മുതൽ 30 ദിവസം പരോൾ അനുവദിച്ചതിന് ശേഷം അദ്ദേഹം ജയിലിലെത്തി. തിരികെ 1.5 മാസത്തോളം ഒരു ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് ആയിരുന്നു. തുടർന്ന് ഈ ജയിലിൽ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അതിനിടയ്ക്കാണ് വീണ്ടും പരോൾ അനുവദിക്കുന്നത്. TP കേസിലെ പ്രതികളായ മറ്റു പ്രതികൾക്കും സമാനമായ രീതിയിൽ കൂടുതൽ പരോൾ അനുവദിക്കുന്നുള്ള പരാതി ഒരു വശത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം DIG വിനോദ്, ജയിൽ DIG വിനോദിനെതിരെ വന്ന നടപടിയാണ്. വിജിലൻസ് തന്നെ കണ്ടെത്തിയൊരു കാര്യം എന്ന് പറയുന്നത് TP കേസിലെ പ്രതിയായ കൊടിസുരി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി DIG വിനോദ് കുമാർ പണം വാങ്ങി എന്നുള്ളൊരു കണ്ടെത്തലാണ് വിജിലൻസ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് തുടരന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതേ കേസിലെ TP കേസിലെ തന്നെ മറ്റു പ്രതിയായ TK രജീഷിന് കൂടി 20 ദിവസത്തെ പരോൾ അനുവദിച്ചത്. സ്വാഭാവികമായിട്ടും ഈ പരോളിന് പിന്നിലും അത്തരം ക്രമക്കേടുകളുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു കൊടിസുനി ഉൾപ്പെടെ TP കേസിലെ പ്രതികൾക്ക് നിരന്തരമായി എല്ലാ ഘട്ടത്തിലും, അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യദിനത്തിൽ നടക്കുന്ന അവധികളാണെങ്കിലും മറ്റു പരോളാണെങ്കിലും പ്രത്യേക പരോളാണെങ്കിലും എല്ലാ കാര്യത്തിലും എപ്പോഴും ഇവർക്ക് പരോൾ ലഭിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായൊരു യാഥാർത്ഥ്യമാണ്. ഈ TK രജീഷിന് ഈ 3 മാസം ലഭിക്കുന്ന രണ്ടാമത്തെ പരോളാണ്. 1 മാസത്തെ പരോൾ ലഭിച്ചു കഴിഞ്ഞ് വീണ്ടും ആശുപത്രിയിൽ പിന്നെ ആയുർവേദ ചികിത്സയും കഴിഞ്ഞ് തിരിച്ചൊരു 10-15 ദിവസം ആയത് മാത്രമേ ജയിലിൽ തിരികെ എത്തിയിട്ടുള്ളൂ. എന്നിട്ടാണ് വീണ്ടും പരോൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരോൾ അനുവദിക്കുന്നതിലെ ഒരു പ്രശ്നം ഒരു വശത്ത് TP കേസിലെ CPMന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പരോൾ അനുവദിക്കുന്നതിന് കൈക്കൂലി വാങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണം ജയിൽ DGക്കെതിരെ വരികയും അയാൾക്കെതിരെ ആദ്യ നടപടി ഉണ്ടാവുകയും തുടർ അന്വേഷണം നടക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് മറ്റൊരു കേസിൽ പ്രതിയായ TK രജീഷിനോട് 20 ദിവസത്തെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ബലം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളും പ്രത്യേകിച്ച് TPയുടെ ഭാര്യ KK രമ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നൗഫൽ. അസ്ലം, TP കേസിലെ പ്രതികളെ നിരന്തരം പരോൾ അനുവദിക്കുന്നത് ഇപ്പോൾ വാർത്തയല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വാർത്തയാകുന്നത് ഈ ജയിൽ DIGയുടെ വിഷയം വന്നപ്പോഴാണ്. ഇതേപോലെ രജീഷിന് മുമ്പ് കൂടുതൽ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് പരോൾ അനുവദിച്ചിരുന്നോ? അതിൽ കൊടിസുനി അടക്കമുള്ളവർക്ക് എത്രത്തോളം ഈ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്? TP കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കൊടിസുനിക്ക് 60 ദിവസത്തെയാണ്, 7 മാസത്തിനിടെ 60 ദിവസമാണ് പരോൾ അനുവദിച്ചത്. അതോടൊപ്പം തന്നെ 3 ഘട്ടത്തിൽ ജൂലൈ മുതൽ 3 പരോളുകൾ അനുവദിച്ചു. ആസാദിക്ക് അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടും TP കേസിന്റെ പ്രതികൾക്ക് അനുമതി അല്ലെങ്കിൽ ഇളവ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അർത്ഥത്തിൽ നിരവധി ആൾക്കാർ, കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികൾക്കെല്ലാം തന്നെ 30, 40, 50, 60 ദിവസമൊക്കെ പരോൾ ലഭിക്കുന്ന കാര്യം. അതായത് മറ്റുള്ള കേസുകളിൽപ്പെട്ട പ്രതികളിൽ നിന്ന് വ്യത്യസ്തമായി TP കേസിലെ പ്രതികൾക്ക് ഒരു പ്രത്യേക സംരക്ഷണവും പ്രത്യേക ആനുകൂല്യവും ജയിലിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് പരോളിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ അനുവദിക്കുന്നുണ്ട്. അത് സാധാരണഗതിയിൽ പരോൾ അനുവദിക്കുക എന്ന് പറയുന്നത് ചികിത്സ, അതുപോലെ മറ്റു കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ച് കുടുംബത്തിന്റെ ഉൾപ്പെടെ പരാതി വരുന്നു, അപേക്ഷ വരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടെല്ലാം പരിഗണിച്ചിട്ട് വളരെ പിന്നെ ഒരുപാട് നടപടിക്രമങ്ങളിലെ കടന്നാണ് ഒരു തടവ് കേസിലെ പ്രതിക്ക് പരോൾ ലഭിക്കുന്നത്. അതും പ്രധാനപ്പെട്ട കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ കൊലപാതകം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വളരെയധികം ആലോചിച്ചും പിന്നെ പലതരത്തിലുള്ള ആലോചനകൾക്ക് ശേഷമാണ് പരോൾ ലഭിക്കുന്നത്. അതേസമയം TP കേസിൽ പ്രതികൾ എന്ന് പറയുന്നത് എപ്പോഴും പരോൾ ലഭിക്കുന്ന ആൾക്കാരായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജയിൽ DIG തന്നെ TP കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി പണം വാങ്ങി, ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ആരോപണം വിജിലൻസിന്റെ കണ്ടെത്തലും അത് സംബന്ധിച്ചുള്ള നടപടികൾ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു പ്രതിക്ക് കൂടി പരോൾ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം കൂടുതൽ ചർച്ചയാവും. ഇതിന് പിന്നിൽ കൂടി പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ
ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു പരിശോധനയുടെ ഭാഗമായി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൽ കൊടിസുനിയും മറ്റ് ഒരു പ്രതിയുടെ പേരുമാണ് അവരുടെ ബന്ധുക്കൾ പണം നൽകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ടി.കെ. രജീഷുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ ഈ ടി.കെ. രജീഷിന്റെ ഈ ഒരു പരാതി കൂടി അല്ലെങ്കിൽ അയാൾക്ക് പരാതി ലഭിച്ച സാഹചര്യം കൂടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നൗഫൽ. യെസ്, ടി.പി. ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കൊലയാളികളിൽ ഒരാളായ ടി.കെ. രജീഷിന് ഇപ്പോൾ 20 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നു.